കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം, ആവർത്തന പുസ്തകം ഒരു റിപ്പറ്റേഷനാണ്. സംഖ്യാപുസ്തകം, ലേവ്യ പുസ്തകം എന്നീ ഭാഗങ്ങളിൽ പുറപ്പാടിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് സ്തോത്രം ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീത ഭാഗമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലൊരു സമൂഹത്തെ വേറെ കാണാനില്ലെന്നാണ് പറയുന്നത്, അല്ലേ? അതിൻ്റെ സ്തോത്രം 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് തന്നെയല്ലോ ജാതിയുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നതും. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നാണ്. അപ്പം ഇതുപോലൊരു ദൈവം ആർക്കാണുള്ളത് എന്ന് ചോദ്യത്തിന് മറുപടിയില്ല. കാര്യം ഇസ്രായേല് ദൈവത്തെ മനസ്സിലാക്കിയതുപോലെ വേറൊരു ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേറൊരു ജാതിക്കും കഴിയത്തില്ല. അടുത്ത് ഇതുപോലുള്ള നിയമങ്ങൾ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തതുപോലുള്ള നിയമങ്ങളും വിധികളും വേറൊരു ജാതിക്കും ആരും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത് ഇവരൊരു ശ്രേഷ്ഠ ജാതിയാണ്. ഇത് മറ്റുള്ളവരോട് താരതമ്യം പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, പറ്റുന്നൊരു ജാതിയല്ല എന്ന് പറയുന്നതിന് കാരണം അതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മളൊക്കെ ദൈവത്തെ സേവിക്കുന്നവരാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ അനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് തുല്യം പറയുവാൻ, മറ്റുള്ളവരോട് സാമ്യം പുലർത്തുവാൻ, മറ്റുള്ളവരെ പോലെ ആകുവാൻ നമുക്ക് കഴിയത്തില്ല. കാര്യം നമുക്ക് വ്യത്യസ്തമുണ്ട്. അതിന് കാരണം നമ്മുടെ ദൈവം വ്യത്യസ്തനാണ്. സ്തോത്രം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വേറൊരു കാര്യമാണ്, ഈ ദൈവപ്രവർത്തികളെല്ലാം ഇവർ കണ്ണാലെ കണ്ടതാണ്, അല്ലേ? സ്തോത്രം. ഇവർ മനസ്സിലാക്കിയതല്ല. എങ്ങനെയാണ് നമ്മളിവിടെ വായിക്കുന്നത്? കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇസ്രായേൽ ജനം അനുഭവിച്ച എല്ലാ വിടുതലുകളും സൗഖ്യങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും അവർ കണ്ണാലെ കണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ല, വേറൊരു കേട്ടുകേൾവിയോ ഇല്ലെങ്കിൽ സ്തോത്രം വിശ്വാസത്താൽ വെളിപ്പെട്ടു വന്നതൊന്നുമല്ല. പകരം അശരീക തലത്തിൽ അവരുടെ മുൻപിൽ വെളിപ്പെട്ടു വന്ന വിടുതലുകളെയാണ് അവർ അനുഭവിപ്പാൻ. ചെങ്കടൽ പിളർന്നതും അതുപോലെ യോർദാൻ 2ആയി മുറിഞ്ഞു മാറിയതും കാടപ്പച്ചിയുടെ ഇറച്ചി അവിടെ മുൻപിൽ വന്നു നിന്നതും അതുപോലെ സ്തോത്രമല്ല പാറയെ പിളർന്ന് വെള്ളം കിട്ടിയതും കയ്പ് മധുരമായതും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായി അവരോട് കൂടെ നടന്നതല്ലേ ഇവരെല്ലാം കണ്ണാലെ കണ്ട വിടുതലുകളാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആത്മാവ് കൈമാറുക. ചില വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ കണ്ണാലെ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ആത്മക്കണ്ണുകൊണ്ട് കാണുവാൻ മാത്രമല്ല, വിശ്വാസത്താൽ പ്രതീക്ഷിക്കുക മാത്രമല്ല, ചില വിടുതലുകൾ നീ നേരിട്ട് അനുഭവിക്കാൻ പോകുകയാണ്. അങ്ങനെയുള്ള ചില വാഗ്ദത്തങ്ങൾ, ചില വിടുതലുകൾ, ചില ദൈവപ്രവർത്തികൾ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു വരികയാണ്. ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ദിനംപ്രതി ആണ്ടുകളായി, മാസങ്ങളായി, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി, ഒരു വിടുതൽ, ഒരു ദൈവമഹത്വം അതിനകത്ത് വെളിപ്പെട്ടു വരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഈ സന്ദേശത്തിലൂടെ കൈമാറുകയാണ്. കണ്ണാലെ കാണുന്ന ചില വിടുതലുകൾ, കണ്ണാലെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ചില ദൈവിക പ്രവൃത്തികൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് അങ്ങനെ കണ്ടാലെ കണ്ട പ്രവൃത്തികൾ. സ്തോത്രം. അല്ല, അത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അതിനെ വിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും മാറരുത്. അടുത്ത് പറയുന്ന ഒരു വാചകം എങ്ങനെയാണ്? അല്ല, സ്തോത്രം,
സ്തോത്രം. അതിനെ എന്ത് ചെയ്യണം? അത് സ്തോത്രം മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കണം. അത് ജാഗ്രതയോടെ അതിനെ കാത്തുകൊള്ളണം. മക്കളോടത് പറഞ്ഞു കൊടുക്കണം. മക്കളുടെ മക്കളോടും അത് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ വെച്ച വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ അനുഭവിച്ച വിടുതലുകൾ, വാഗ്ദത്തങ്ങൾ അത് നമ്മുടെ തലമുറ കൊണ്ട് തീരുന്നതല്ല. പകരം അത് നമ്മുടെ മക്കളുടെ മേലും അവരുടെ മക്കളുടെ മേലും അത് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച ഇല്ലെങ്കിൽ നമ്മളോട് ദൈവം പറഞ്ഞ നിയമങ്ങൾ, പ്രമാണങ്ങൾ അത് നമ്മളിൽ ഒതുങ്ങാനല്ല. പകരം നമ്മുടെ മക്കളോട് അത് പറഞ്ഞു കൊടുക്കട്ടെ. അവരിൽ നിന്ന് മക്കളുടെ മക്കളിലേക്കും അത് കൈമാറട്ടെ. അങ്ങനെ വന്നാൽ തലമുറയായുള്ള ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ. അനുഗ്രഹത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ ദൈവം കാത്ത് അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.